ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇംഗ്ലീഷ് വിത്ത് ജെനുജി. നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് അതിൻ്റെ ഫോം പഠിച്ചു, അതിൻ്റെ ഉപയോഗം പഠിച്ചു. ഇനി അത് ഉപയോഗിച്ചുള്ള കുറച്ചുകൂടി ചില കാര്യങ്ങളൊക്കെ നമ്മൾ വിവരിക്കുമ്പോൾ ഈ ടെൻസ് കടന്നു വരും. പലപ്പോഴും കഥ തുടങ്ങുമ്പോൾ ഒരു സംഭവം പറയുമ്പോഴൊക്കെ ഇതായിരിക്കും വരുന്നത്. അപ്പം ഒരു ഇൻസിഡൻറ്റ് അതുപോലെ ഞാൻ പറയാം. ഇത് നമുക്കൊക്കെ അനുഭവമുള്ളതാണ്, പലർക്കും ഇതില്ലാത്ത ഒരു ചുരുങ്ങും. സി, വൺ ഡേ I was walking along the road. It was rainy season. There were full of puddles on the road. A car came at a top speed. It splashed the dirty water all over me. I got furious. I felt like throwing a stone at the car. But that bloody scoundrel didn't stop the car. He drove away fast. കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇന്ന് വരെ ചെളിവെള്ളം, റോഡിലൂടെ മഴക്കാലത്ത് നടക്കുമ്പോൾ ചെളിവെള്ളം മേല് തെറിക്കാത്ത വാഹനം തെറിപ്പിച്ച് പോകുമ്പം ചെളിവെള്ളം മേലിൽ വീഴാത്ത ആരും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സി, അപ്പോൾ എന്താ പറയുന്നത്, വൺ ഡേ, ആ ടെൻസ് കൂടി ഇതിൽ എങ്ങനെയാണ് ക്ലബ് ചെയ്യാൻ നോക്ക്. വൺ ഡേ ഐ വാസ് വാക്കിംഗ് എലോങ് ദ റോഡ്. എലോങ് മീൻസ് ഊടെ, അതിന് വേറെ പ്രപ്പസിഷൻ ഒന്നും ഉപയോഗിക്കരുത്, എലോങ് എന്നാണ്. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പ്രപ്പസിഷൻ പഠിക്കുമ്പം മനസ്സിലാവും. സോ ഐ വാസ് വാക്കിംഗ് എലോങ് ദ റോഡ്. ഞാൻ റോഡിലൂടെ ഇങ്ങനെ നടക്കുകയായിരുന്നു. ഇറ്റ് വാസ് റെയിനി സീസൺ, നല്ല മഴക്കാലമായിരുന്നു. ദർ വേർ പഡിൽസ് ഓൺ ദ റോഡ്. PUDDL, പഡിൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ ഇംഗ്ലീഷിൽ രണ്ട് വേർഡ് പഠിക്കണം, പോട്ട് ഹോൾസും പഡിൽസും. പോട്ട് ഹോൾസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ പറയുന്ന കുണ്ടും കുഴിയുമാണ്. അപ്പോൾ റോഡിൽ വേനൽക്കാലത്തൊക്കെ ചില സമയത്ത് വാഹനം പോയി കുറച്ച് കഴിയുമ്പോൾ കുണ്ടും കുഴിയാവും. അപ്പം നമ്മുടെ മലയാളത്തിൽ പലരും തെറ്റിച്ച് ഉപയോഗിക്കുന്നത്, എന്തിനാ പറയുന്നത്, പത്രങ്ങൾ വരെ തെറ്റിച്ച് ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമുണ്ട്. അതായത് ഭയങ്കര ഗട്ടറാണെന്ന് പറയും. എന്നിട്ട് ആ ഗട്ടറിൽ വാഴ നട്ട കഥയൊക്കെ നിങ്ങൾ പത്രത്തിൽ വായിച്ചു കാണും. ഗട്ടർ എന്ന് പറഞ്ഞാൽ അഴുക്ക് വെള്ളം ഒഴുകിപ്പോകുന്ന ചാലിനെയാണ്, അഴുക്ക് ചാലിനെയാണ് ഗട്ടർ എന്ന് പറയുക. അപ്പോൾ ഇതിന് ഇംഗ്ലീഷിൽ കുണ്ടും കുഴിയും എന്ന വാക്കിന് തുല്യമായത് POT പോട്ട് ഹോൾസ് ആണ്. അത് മഴക്കാലമാകുമ്പോൾ അതിൽ ചെളിവെള്ളം കെട്ടി നിന്ന അതേ സാധനത്തിന് പഡിൽസ് എന്നാണ് പറയുക. അപ്പം വെള്ളം കെട്ടി നിൽക്കാത്ത സമയത്ത് പോട്ട് ഹോൾസും, വെള്ളം കെട്ടി നിൽക്കുമ്പോൾ അത് പഡിൽസും, അത്രയേ ഉള്ളൂ. സോ ദർ വർ ഫുൾ ഓഫ് പഡിൽസ് ഓൺ ദ റോഡ്. റോഡിൽ നിറയെ കുണ്ടും കുഴിയുമായിരുന്നു, അതിൽ ചെളിവെള്ളം കെട്ടി നിന്നിരുന്നു. എ കാർ കെയിം അറ്റ് ടോപ്പ് സ്പീഡ്. ഒരു കാറ് പെട്ടെന്ന് വന്നു, അറ്റ് ടോപ്പ് സ്പീഡ്, ഭയങ്കര വേഗതയിലാണ് വന്നത്. ഇറ്റ് സ്പ്ലാഷ്ഡ് എന്ന് പറഞ്ഞാൽ തെറിപ്പിക്കാൻ, സ്പ്ലാഷ് ചെയ്യാണ്. ഇറ്റ് സ്പ്ലാഷ്ഡ് ദ ഡേർട്ടി വാട്ടർ ഓൾ ഓവർ മീ. എൻ്റെ മേലാകെ ആ ചെളിവെള്ളം അങ്ങോട്ട് തെറിപ്പിച്ചു. ഐ ഗോട്ട് ഫ്യൂരിയസ് മീൻസ് വെരി ആംഗ്രി. എനിക്ക് ഭയങ്കര ദേഷ്യം വന്നു. അപ്പം നമ്മൾ ആംഗ്രി എന്ന്, ഐ ഗോട്ട് ആംഗ്രി എന്ന് പറഞ്ഞാൽ എനിക്ക് ദേഷ്യം വന്നു എന്നാണ്. എനിക്ക് ഭയങ്കര ദേഷ്യം വന്നു എന്ന് പറയാനാണ് ഐ ഗോട്ട് ഫ്യൂരിയസ്. ഐ ഫെൽറ്റ് ലൈക്ക്, എനിക്ക് തോന്നി, എന്ത് ചെയ്യാൻ തോന്നി, ഐ ഫെൽറ്റ് ലൈക്ക് ത്രോയിങ് എ സ്റ്റോൺ അറ്റ് ദ കാർ. കാറിന് ഒരു കല്ലെടുത്ത്, ഒരു കല്ലുകൊണ്ട് ഒരു വീക്ക് വെച്ച് കൊടുക്കുന്നു. ഡ്രൈവർ അറിയാനാ തോന്നുക, പക്ഷെ ഡ്രൈവറേക്കാൾ ആദ്യം നമുക്ക് കാറിനോട് ഒറ്റ ഏറ് വെച്ച് കൊടുക്കാൻ തോന്നി. ഐ ഫെൽറ്റ് ലൈക്ക് ത്രോയിങ് എ സ്റ്റോൺ അറ്റ് ദ കാർ. ബട്ട് ദാറ്റ് ബ്ലഡി സ്കൗണ്ടറൽ, ഇംഗ്ലീഷിലും ഉണ്ട് ഇങ്ങനെയൊക്കെ, നമ്മുടെ മലയാളത്തിലൊക്കെ ഉപയോഗിക്കുന്ന ചെറിയ ചെറിയ തെറി പദങ്ങൾ. എന്തായാലും ആരോഗ്യമുള്ളവരുടെ മുമ്പിൽ വെച്ച് പറയുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാം. ദാറ്റ് ബ്ലഡി സ്കൗണ്ടറൽ, തെമ്മാടി എന്നാണ്, ആ കള്ള തെമ്മാടി. ദാറ്റ് ബ്ലഡി സ്കൗണ്ടറൽ ഡിഡ്ന്റ് സ്റ്റോപ്പ് ദ കാർ. കാർ നിർത്തിയില്ല. ഹി ഡ്രോവ് അവേ ഫാസ്റ്റ്. വേഗത്തിൽ, ഡ്രോവ് അവേ, ഓടിച്ചുപോയി. ഫാസ്റ്റ്, വേഗത്തിൽ അത് കാർ ഓടിച്ചു പോയി. അപ്പം ഈ ഒരു ഇൻസിഡൻറ്റ് അതെങ്ങനെയാണ്, ഇതൊക്കെ നമ്മൾ പറഞ്ഞ് പഠിക്കണം. ഈ ഒരു ഇൻസിഡൻ്റൊക്കെ നമ്മളൊരു 5-8 തവണ പറഞ്ഞു കഴിയുമ്പോൾ നമുക്കിത് പറയാൻ പറ്റും. അപ്പോൾ ഇത് പറഞ്ഞ് പഠിച്ചു കഴിഞ്ഞാൽ വേറെ പല ഇൻസിഡൻറ്റും പറയാൻ നമുക്ക് എളുപ്പം, കാരണം നമ്മൾ ട്രെയിനിങ് കൊടുക്കുകയാണ് നമ്മുടെ സ്പീച്ച് ഓർഗൻസിന്. ഇതുപോലത്തെ മറ്റൊരു ഇൻസിഡൻറ്റ് പറഞ്ഞു നോക്കാം. ദാറ്റ് ഈസ് വൺ ഡേ ഐ വാസ് കമ്മിങ് ബാക്ക് ഹോം. ഞാൻ ഒരു ദിവസം വീട്ടിലേക്ക് തിരിച്ചു വരിക. ഇറ്റ് വാസ് 9 PM, ഏകദേശം 9 മണിയാണ്. ആൻഡ് മൈ ഫ്രണ്ട് സലീം വാസ് വിത്ത് മീ. എൻ്റെ സുഹൃത്ത് സലീമും എൻ്റെ കൂടെയുണ്ട്. We were walking and talking, or we were talking and walking. ഞങ്ങൾ നടന്ന് സംസാരിച്ച് അങ്ങനെ വരികയാണ്. ആൻഡ് ഐ വാസ് ഫ്ലാഷിങ് ദ ടോർച്ച്. എൻ്റെ കയ്യിലൊരു ടോർച്ച് ഉണ്ട്. ആ ടോർച്ച് കൊണ്ട് ഞാനിങ്ങനെ ടോർച്ച് മിന്നിക്കുന്നുണ്ട്. ഐ വാസ് ഫ്ലാഷിങ്, ഞാൻ ടോർച്ച് അടിക്കുന്നുണ്ടായിരുന്നു, ടോർച്ച് മിന്നിക്കുന്നുണ്ടായിരുന്നു. ഐ വാസ് ഫ്ലാഷിങ് ദ ടോർച്ച്. സഡൻലി പെട്ടെന്ന് ഐ സോ സംതിങ് ക്രോളിങ് ഓൺ ദ ഗ്രൗണ്ട്. ക്രോൾ എന്ന് പറഞ്ഞാൽ ഇഴഞ്ഞു പോകുന്നത്, എന്തോ ഒന്ന് ഇഴഞ്ഞു പോകുന്നത് പോലെ ഞാൻ കണ്ടു. ഐ ക്രൈഡ് ഔട്ട്, ഞാൻ ഒച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. ഐ ക്രൈഡ് ഔട്ട്, എ സ്നേക്ക് മൂവ് ബാക്ക്, എ സ്നേക്ക് മൂവ് ബാക്ക്. അതൊരു പാമ്പ് പുറകോട്ട്. ഹി വാസ് ഗോയിങ് ടു സ്റ്റെപ്പ് ഓൺ ദ സ്നേക്ക്. മൈ ഫ്രണ്ട് സലീം വാസ് ഗോയിങ് ടു സ്റ്റെപ്പ് ഓൺ ദ സ്നേക്ക്. അതിൻ്റെ പുറത്ത് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ചവിട്ടാൻ പോവായിരുന്നു. ബട്ട് I pulled him back.
ഞാൻ അവനെ പുറകോട്ട് പിടിച്ചു വലിച്ചു. ആൻഡ് ഹി ഗോട്ട് ഫ്രൈറ്റൻഡ്, അവനാകെ പേടിച്ചു പോയി. ഐ പുൾഡ് ഹിം ബാക്ക്, ഞാൻ അവനെ പുറകോട്ട് പിടിച്ചു വലിച്ചു. അതർവൈസ്, ഇല്ലെങ്കിൽ ഹി വുഡ് ഹാവ് സ്റ്റെപ്ഡ് ഓൺ ദ സ്നേക്ക്, അവൻ ഇതിൻ്റെ പുറത്ത് ചവിട്ടുമായിരുന്നു. ആൻഡ് ദ സ്നേക്ക് വുഡ് ഹാവ് ബിറ്റൻ ഹിം, ആ പാമ്പ് അവനെ കടിക്കുമായിരുന്നു. അത് വുഡ് ഹാവ് ഒരു പ്രയോഗമാണ്. ഇപ്പോൾ ഇത്ര അതിൻ്റെ ഒരു അർത്ഥം മനസ്സിലാക്കിയ അവൻ അതിൻ്റെ പുറത്ത് ചവിട്ടുമായിരുന്നു, അവനെ പാമ്പ് കടിക്കും. സംഭവിച്ചിട്ടില്ല, അങ്ങനെ അത് പറയാനുള്ള ഒരു പ്രയോഗമാണ്. അത് വുഡ് പഠിക്കുമ്പം വളരെ ഡീറ്റെയിൽ ആയിട്ട്. ഓക്കെ, അപ്പോൾ ഇതൊരു വേറൊരു ഇൻസിഡൻറ്റ്, ഈ ടെൻസ് ഉപയോഗിച്ച് പറയാവുന്ന ഒരു ഇൻസിഡൻറ്റ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇതെല്ലാം ഇങ്ങനെ പലതവണ പറഞ്ഞ് പഠിക്കുക, കാണാപ്പാടം പഠിക്കുകയല്ല, പറഞ്ഞ് ഒരു 5-8 തവണ പറയുമ്പോൾ നിങ്ങൾ അറിയാതെ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിത് പല സ്ഥലത്തും ഇത് ഹെൽപ്പ് ചെയ്യും. ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ ഈ ടെൻസ് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ ഇന്നും നമ്മളൊരു ഫ്രേസ് പഠിക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ നമ്മളൊരു ഐ ഫെൽറ്റ് ലൈക്ക് ത്രോയിങ് എ സ്റ്റോൺ എന്ന് പഠിച്ചു. അപ്പോൾ അവിടെയാണ് ഫീൽ ലൈക്ക് ഡൂയിങ് സംതിങ്. ഇംഗ്ലീഷിലെ നല്ലൊരു പ്രയോഗമാണ്. എനിക്ക് അവനൊരു തൊഴി വെച്ച് കൊടുക്കാൻ തോന്നി, അവൻ്റെ കാരണത്തൊന്ന് കൊടുക്കാൻ തോന്നി. ഇങ്ങനെ നമുക്കൊരു തോന്നൽ വരികയാണ്. ഐ വാണ്ടഡ് എന്നാണ് അർത്ഥം, എനിക്ക് അങ്ങനെ തോന്നി എന്നുള്ള അർത്ഥത്തിൽ പറയുന്നതാണ്. അപ്പോൾ ഈ ഒരു പ്രയോഗം നല്ല മനോഹരമായ പ്രയോഗമാണ്. അതിൻ്റെ പ്രയോഗം ഫീൽ ലൈക്ക് ഡൂയിങ് സംതിങ് എന്നാണ്. അപ്പോൾ അത് ഫോർ എക്സാമ്പിൾ, നല്ല വിശപ്പ് വരുമ്പോൾ നമ്മൾ പറയും ഐ ഫീൽ ലൈക്ക് ഈറ്റിംഗ് സംതിങ്. എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ തോന്നുന്നുണ്ട്, കാരണം നല്ല വിശപ്പുണ്ട്. ഐ ഫീൽ ലൈക്ക്. ഡു യു ഫീൽ ലൈക്ക് ഈറ്റിംഗ് സംതിങ്? അപ്പോൾ കൂട്ടുകാരനോട് ചോദിക്കുക, ഡു യു ഫീൽ ലൈക്ക്, നിനക്ക് എന്തെങ്കിലും കഴിക്കണം തോന്നുന്നുണ്ടോ? ഐ ഫീൽ ലൈക്ക് ഡ്രിങ്കിങ് സംതിങ് കോൾഡ്. എന്താണല്ലോ ഭയങ്കര ചൂട്, എനിക്ക് എന്തെങ്കിലും തണുത്തത് വല്ലതും കഴിക്കാൻ തോന്നുന്നുണ്ട്, കൂൾ ഡ്രിങ്ക്സ് എന്തെങ്കിലും. സോ ഐ ഫീൽ ലൈക്ക് ഡ്രിങ്കിങ് സംതിങ്. ഓക്കെ, അപ്പം ഫീൽ ലൈക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ തോന്നുക എന്നാണ്, എന്തെങ്കിലും ചെയ്യാൻ തോന്നുക. അതിൻ്റെ കൂടെ എന്താണ് ചെയ്യാൻ തോന്നുന്നത് അതുകൂടി പറയണം. നല്ല ഉറക്കം വരുമ്പോൾ നമുക്ക് പറയാം ഐ ഫീൽ ലൈക്ക് സ്ലീപ്പിംഗ്. എന്തോ എനിക്ക് ഉറക്കം വരുന്നുണ്ട്, എനിക്ക് ഉറങ്ങണം തോന്നുന്നുണ്ട്. ഐ ഫീൽ ലൈക്ക് സ്ലീപ്പിംഗ്. ചിലപ്പോൾ നമ്മുടെ മുമ്പിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സുഹൃത്തുക്കൾ കോട്ടുവായൊക്കെ ഇടുമ്പോൾ നമ്മൾ ചോദിക്കും, അല്ല നിനക്ക് ഉറങ്ങണമെന്നുണ്ടോ? ഡു യു ഫീൽ ലൈക്ക് സ്ലീപ്പിംഗ്? കണ്ടില്ലേ? പിന്നെ അതിൻ്റെ നെഗറ്റീവ് ഫോമാണ് ഐ ഡോണ്ട് ഫീൽ ലൈക്ക്. ചിലപ്പോൾ നമ്മൾ പറയും ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ഡൂയിങ് എനിത്തിങ് ടുഡേ. ഇന്ന് എന്താ അറിയില്ല, രാവിലെ തൊട്ട് എന്തോ ഒരു ക്ഷീണം, ഇന്നൊന്നും ചെയ്യാൻ തോന്നുന്നില്ല. ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ഡൂയിങ് എനിത്തിങ് ടുഡേ. ചിലപ്പോൾ കുട്ടികൾ പറയും ഐ ഡോണ്ട് ഫീൽ ലൈക്ക് സ്റ്റഡിങ് ടുഡേ. ഇന്ന് എനിക്ക് പഠിക്കാനേ തോന്നില്ല, പുസ്തകം തുറക്കാൻ തോന്നില്ല. ഐ ഡോണ്ട് ഫീൽ ലൈക്ക് സ്റ്റഡിങ് ടുഡേ. എന്തല്ല ഒരു മടി, ഒന്നും ചെയ്യാൻ തോന്നില്ല. അപ്പോൾ ഐ ഡോണ്ട് ഫീൽ ലൈക്ക് പറയാം. ചോദ്യം നിങ്ങൾ കണ്ടു, ഡു യു ഫീൽ ലൈക്ക് ചോദിക്കാം. അതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ഐ ഫെൽറ്റ് ലൈക്ക്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഐ ഫെൽറ്റ് ലൈക്ക്, ഫീലിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ഫെൽറ്റ്. ഐ ഫെൽറ്റ് ലൈക്ക് കിക്കിങ് ഹിം, അവനൊരു തൊഴി വെച്ച്, കിക്ക് എന്ന് പറഞ്ഞാൽ തൊഴിക്കുക എന്നാണ്. ഐ ഫെൽറ്റ് ലൈക്ക് കിക്കിങ് ഹിം. ഐ ഫെൽറ്റ് ലൈക്ക്, ഇപ്പം നമ്മൾ തൊഴിക്കുക എന്ന് പറയുന്നത് ദേഷ്യം വരുമ്പം പറയുന്നതാണ്. അതുപോലെ തന്നെ നോക്ക്, ഐ ഫെൽറ്റ് ലൈക്ക് ബീറ്റിംഗ് ഹിം, അവനൊരു അടി വെച്ച് കൊടുക്കാൻ തോന്നി. ഐ ഫെൽറ്റ് ലൈക്ക് സ്ലാപ്പിംഗ് ഓൺ ഹിസ് ഫേസ്, അവൻ്റെ കരണകുറ്റിക്കൊന്ന് പൊട്ടിക്കാൻ തോന്നി. ഐ ഫെൽറ്റ് ലൈക്ക് ലാഫിങ്, എനിക്ക് ചിരിക്കാൻ തോന്നി. എൻ്റെ ഇതൊക്കെ കേട്ടപ്പോഴേ തമാശകൾ, എനിക്ക് ചിരിക്കാൻ തോന്നി. എന്തൊക്കെ വിഡ്ഢിത്തം വിളിച്ച് പറയുന്നത്. ഐ ഫെൽറ്റ് ലൈക്ക്, തമാശ മാത്രമല്ല, ചിലപ്പോൾ വിഡ്ഢിത്തം കേൾക്കുമ്പോൾ നമുക്ക് ചിരി വരും. അപ്പോൾ എന്താ പറയുക, ഐ ഫെൽറ്റ് ലൈക്ക് ലാഫിങ്, എനിക്ക് അവൻ്റെ ആ വിഡ്ഢിത്തം കേട്ട് ചിരിക്കാൻ തോന്നി. ഐ ഫെൽറ്റ് ലൈക്ക് ക്രൈയിങ്, എനിക്ക് കരയാൻ തോന്നി. അപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ തോന്നി എന്നാണ്. ചിലപ്പോൾ നമ്മൾ പറയും ഐ ഡിഡിൻറ്റ് ഫീൽ ലൈക്ക്. അതിൻ്റെ പാസ്റ്റ് ടെൻസ് എനിക്ക് തോന്നിയില്ല എന്നാണ്. ഐ ഡിഡിൻറ്റ് ഫീൽ ലൈക്ക് സേയിങ് എനിത്തിങ്, ഒന്നും പറയാൻ തോന്നിയില്ല. അവിടെ എന്ത് പറയാൻ, അവനോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഐ ഡിഡിൻറ്റ് ഫീൽ ലൈക്ക് സേയിങ് എനിത്തിങ്, എനിക്കൊന്നും പറയാൻ തോന്നിയില്ല. അപ്പോൾ ഇവിടെയൊക്കെയാണ് ഫീൽ ലൈക്ക്, ഡോണ്ട് ഫീൽ ലൈക്ക്, ഡു യു ഫീൽ ലൈക്ക്, ഐ ഫെൽറ്റ് ലൈക്ക്, ഐ ഡിഡിൻറ്റ് ഫീൽ ലൈക്ക്, ഈ പ്രയോഗങ്ങളൊക്കെ വരും. ഓക്കെ ഫ്രണ്ട്സ്, സോ ലെറ്റ്സ് വൈൻഡ് അപ്പ് ഹിയർ. താങ്ക് യു വെരി മച്ച്. ലെറ്റ്സ് മീറ്റ് അഗെയിൻ വിത്ത് എ ന്യൂ ലെസൺ.